ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വൈകുന്നേര സമയത്ത് നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായി ഇപ്രകാരം കടന്നു വരുവാൻ കർത്താവ് ഒരവസരം കൂടെ നൽകി തരുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇത് നമ്മുടെ 40-ാമത്തെ ക്ലാസ്സാണ്. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് ദൈവവചനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി പിന്നെയും നമുക്കൊരിക്കൽ കൂടെ ആ വാക്യങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പം നാം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നാണ് അപ്പോസ്തലനിവിടെ ചർച്ച ചെയ്യുന്നത്. എവിടെ നിന്നാണ് രക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. മാത്രമല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ രക്ഷയുടെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് നമ്മൾ മറ്റൊരു രക്ഷയോടുള്ള ബന്ധത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന അടുത്തൊരു പ്രയോഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് 8-ാം വാക്യത്തിൻ്റെ പ്രാരംഭ വാചകത്തിൽ നമ്മൾ വായിക്കുന്നത്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ, ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയും, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസം മൂലമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പം കൃപയാലാണ് വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് കൃപ. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പം രക്ഷയ്ക്ക് ഈ 2 ഭാഗങ്ങളും അനിവാര്യമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ ഭാഗത്ത് നാം ചെയ്യുന്ന എന്താണ്? നാം വിശ്വസിക്കുന്നു. വിശ്വാസത്താലാണ് നാം എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നത്. വിശ്വാസം എന്നുള്ള വാക്ക് ഞാൻ ഈ പഠനത്തിൽ തന്നെ പല പ്രാവശ്യം ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് യേശു നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഉള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് രക്ഷയ്ക്കായിട്ട്, നിത്യജീവനായിട്ട് നമ്മുടെ പൂർണ്ണ ആശ്രയം യേശുവിൽ വയ്ക്കുന്നതിനെയാണ് പുതിയ നിയമത്തിൽ നമ്മെ രക്ഷിക്കുന്ന വിശ്വാസം എന്ന് രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പം വിശ്വാസത്താൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ലളിതമായിട്ട് അത് യേശുവിലുള്ള ആശ്രയത്താലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ട് നാം യേശുവിൽ ആശ്രയിക്കുന്നു? യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഉള്ള യാഥാർത്ഥ്യം നാം അംഗീകരിക്കുന്നത് കൊണ്ട് ആ യേശുവിൽ നാം എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. നമ്മളത് വിശദമായിട്ട് മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനതിൻ്റെ ഒത്തിരി വിശദീകരണങ്ങളിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നത് നാം രക്ഷിക്കപ്പെട്ടത് ഈ വിശ്വാസം മൂലമാണ്. അപ്പം ഈ രക്ഷ നമുക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ വിശ്വാസമാണ്. അതായത് നാം യേശുവിൽ ആശ്രയിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മറ്റൊന്നും നമ്മുടെ ഭാഗത്തു നിന്ന് രക്ഷയ്ക്ക് നിദാനമായിട്ട്, രക്ഷയ്ക്ക് കാരണമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ മറ്റു ചില കാര്യങ്ങളിലൂടെ നമ്മൾ കാണും. അടുത്ത ക്ലാസ്സുകളിൽ നമ്മളത് ചിന്തിക്കും. അപ്പോൾ ഇവിടെ വിശ്വാസത്താലാണ്, വിശ്വാസം മൂലമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അപ്പോസ്തലൻ അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ ഈ വിശ്വാസം മൂലം എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ വിശ്വാസത്തെ ചിത്രീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ
ഈ വിശ്വാസത്തെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം പഴയ നിയമത്തിൽ ഒരു കഥാപാത്രവുമായിട്ട് ബന്ധിപ്പിച്ച് ഈ രക്ഷിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് അല്പം വിശദമായിട്ട് ചിന്തിക്കണം. എന്താണ് ഈ വിശ്വാസം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അല്പമായിട്ടൊന്ന് വിശദമായിട്ട് ആ ഭാഗം ഒന്ന് ചിന്തിക്കണം. നമുക്ക് അവിടേക്ക് വരാം. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ അതിനാധാരമായിട്ട് എടുക്കുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആ ഭാഗങ്ങൾ ആദ്യം ഒന്ന് ഓടിച്ച് വായിക്കാം, ശ്രദ്ധയോടെ കേൾക്കുക. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താലത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വച്ചു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാൻ ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും ഈ ഭാഗം പ്രത്യേകിച്ച് 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പലപ്പോഴും ഇന്ന് പലരും വായിച്ചിട്ട് അത് പൗലോസ് എന്തിനു വേണ്ടി അവിടെ രേഖപ്പെടുത്തിയോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥം കൊടുത്താണ് അത് വ്യാഖ്യാനിക്കാറുള്ളത്. ഇന്ന് പലരും ആ ഭാഗം എടുത്തിട്ട് പറയുന്നത്, നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ദൈവം നിങ്ങൾക്ക് മക്കളെ തരും. നിങ്ങൾക്ക് വീടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ദൈവം നിങ്ങൾക്ക് വീട് തരും. നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, നിങ്ങൾക്ക് ജോലി കിട്ടും. ഇങ്ങനെയൊക്കെ പറയുന്നവരെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു ചർച്ചിൽ, ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിൽ ഒരു ദമ്പതികളുണ്ടായിരുന്നു, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ ആ സഭയിൽ വരുന്ന എല്ലാ പാസ്റ്റർമാരും എല്ലാ പ്രവാചകന്മാരും അവരോട് പറയും, ദൈവം നിങ്ങൾക്ക് മക്കളെ തരാൻ പോകുന്നു, അബ്രഹാമിനെ എന്ന പോലെ ദൈവം നിങ്ങൾക്ക് മക്കളെ തരാൻ പോകുന്നു, നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവരത് കാത്തിരുന്നു. പക്ഷേ ഇന്നവരവരുടെ ജീവിതത്തിൻ്റെ അവസാന ദിനങ്ങളിൽ ആയിരിക്കുകയാണ്. ഇന്നും അവർക്ക് മക്കളില്ല. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ ഇവിടെ റോമാലേഖനത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രിയമുള്ളവരെ, നമുക്ക് മക്കളുണ്ടാകുന്ന കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭൗതിക നന്മകൾ നമുക്ക് ലഭിക്കുന്ന കാര്യമല്ല. പിന്നെയോ നീതീകരണം ലഭിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നീതീകരണം ലഭിക്കുന്നതിനെക്കുറിച്ച് ആ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പം നീതിയായിട്ട് കണക്കിടുക,
നീതീകരിക്കപ്പെടുക, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. അതിൻ്റെ 24-25 വാക്യങ്ങളിലും നമ്മൾ വായിച്ചത് തന്നെയാണ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളത് എന്ത്? നീതിയായിട്ട്. അപ്പം വിശ്വാസത്താലുള്ള നീതീകരണത്തിന് വേണ്ടിയാണ് ഇവിടെ അബ്രഹാമിനെ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്. അല്ലാതെ മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടുന്നതോ വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നതോ ഒന്നുമല്ല റോമാലേഖനത്തിൽ ഈ ഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ 17-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. അപ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച ഒരു വിശ്വാസമെന്ന് പറയുന്നത് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം. അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എന്നിട്ട് 18-ാം വാക്യത്തിൽ വരുമ്പം 17-ാം വാക്യത്തിൻ്റെ അവസാനം തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് 18-ാം വാക്യത്തിൽ നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അപ്പം അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് വെച്ചാൽ അബ്രഹാമിന് ആശിക്കാനായിട്ട് ഒരു ന്യായമായിട്ട് ഒരു കാരണവുമില്ലായിരുന്നു. പക്ഷെ അതിന് വിരോധമായിട്ട് ആശയോടെ അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. എന്നിട്ട് 19-ാം വാക്യം തൊട്ട് വായിക്കുകയാണ്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എന്ന് വെച്ചാൽ അവൻ്റെ കഴിവില്ലായ്മ, അവനിന് കഴിവില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവൻ എന്ത് ചെയ്തില്ല? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കാരണം അവൻ്റെ വിശ്വാസം, അവൻ്റെ ആശ്രയം അവനിൽ തന്നെ അല്ലായിരുന്നു, ദൈവത്തിലായിരുന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത് 20-ാം വാക്യത്തിൽ. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. എന്താണ് ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്? ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തു. ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തു. നമ്മൾ പഴയ നിയമത്തിലേക്ക്, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഭാഗം വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിലാണല്ലോ നമ്മൾ അബ്രഹാമിനെ കാണുന്നത്. അബ്രഹാമിനെ നമ്മൾ കാണാനായിട്ട് തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് അബ്രഹാമിന് വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വിഷയവുമായിട്ട് അതിന് നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അപ്പം അബ്രഹാമിനെ വിളിച്ചപ്പോൾ തന്നെ 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തിൽ 2-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 7-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ വളരെ കൃത്യമായിട്ടൊരു വാഗ്ദത്തം കൊടുത്തു. ഞാൻ നിൻ്റെ സന്തതിക്ക് ഈ ദേശം അവകാശമായിട്ട് കൊടുക്കും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. അപ്പം അബ്രഹാമിന് ദൈവം സന്തതിയെ കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. നമുക്ക് ദൈവം എന്താ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? നിത്യജീവനാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, നീതീകരണമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. നമ്മളോട് ദൈവം മക്കളെ തരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. ദൈവം പറയാത്ത വാഗ്ദത്തം ഏതെങ്കിലും പ്രവാചകന്മാർ വന്ന് തലയെ കൈവച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, അവൻ്റെ വചനത്തിൽ അവൻ നമുക്ക് നൽകിയിരിക്കുന്നത് നിത്യജീവൻ, നീതീകരണത്തിൻ്റെ വാഗ്ദത്തമാണ്. വിശ്വാസത്താൽ അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അബ്രഹാമിനോട് അവൻ സന്തതിയെ കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മളോട് അവൻ നീതീകരണം അല്ലെങ്കിൽ നിത്യജീവൻ്റെ വാഗ്ദത്തമാണ് തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ അബ്രഹാമിനോട് വ്യക്തമായിട്ട് പറഞ്ഞു, നിനക്കൊരു സന്തതിയെ
ഞാൻ തരും എന്ന് അബ്രാമിനോട് ദൈവം പറഞ്ഞു. അപ്പം ദൈവം ഇത് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അബ്രാം ഇത് വിശ്വസിച്ചില്ലായിരുന്നു. കാരണം അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം ഇതാണ്: അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രാമെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് ദൈവം അബ്രാമിനോട് പറഞ്ഞു. അപ്പോൾ 2-ാം വാക്യത്തിൽ അബ്രാം തിരിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. 2-3 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്: അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഈ എലയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകും എന്ന് അബ്രഹാം പറഞ്ഞു. അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ് ഞാൻ നിനക്കൊരു സന്തതിയെ തരും, ആ സന്തതിക്ക് അവകാശമായിട്ട് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ഇവിടെ പറയുകയാണ്, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എലയാസർ എൻ്റെ അവകാശി ആകും എന്ന് പറയാം. അപ്പം ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ പൂർണ്ണമായിട്ടൊന്നല്ല, ഒട്ടും വിശ്വസിക്കാതെ അദ്ദേഹം തൻ്റെ ബുദ്ധിയിൽ കാര്യങ്ങൾ ചിന്തിച്ച് തൻ്റേതായിട്ടുള്ള ചിന്താഗതികളിൽ താൻ ദൈവത്തോട് പറയുക, നീ വാഗ്ദത്തം ചെയ്തതല്ല നടക്കാൻ പോകുന്നത്, അതൊന്നും നടക്കില്ല, ഇങ്ങനെ നടന്നാൽ മതി എന്ന് അദ്ദേഹം ദൈവത്തോട് പറയുക. അപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? 4-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, അവൻ നിൻ്റെ അവകാശിയാകയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്നവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അപ്പോൾ ദൈവം പറഞ്ഞു, എലയാസർ അല്ല നിൻ്റെ അവകാശിയാകാൻ പോകുന്നത്, ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് സന്തതിയെ തന്നിരിക്കും, ഞാൻ നിത്യജീവൻ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ നിത്യജീവൻ തരും, ഞാൻ നീതീകരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നീതീകരിക്കും. അതാ ദൈവം പറയുന്നത്. അപ്പം അങ്ങനെ വന്നിട്ട് നമ്മൾ താഴേക്ക് വരുമ്പോൾ എന്താ നമ്മൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോഴാണ് അബ്രഹാം എന്ത് ചെയ്തത്? യഹോവയിൽ വിശ്വസിച്ചത്. അതവൻ എന്തായിട്ട് കണക്കിട്ടു? നീതിയായിട്ട് കണക്കിട്ടു. അപ്പം നമ്മളും വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മക്കളല്ല, നമുക്ക് ലഭിക്കുന്നത് വീടല്ല, നമുക്ക് ലഭിക്കുന്നത് ജോലിയല്ല, നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്നുമല്ല, നീതീകരണമാണ്, രക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് ദൈവം എന്ത് ചെയ്തു? കണക്കിട്ടു. എന്നിട്ട് ഈ അബ്രഹാം എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. കുറച്ചു കാലമൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് മക്കൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ സാറ 16-ാം അധ്യായത്തിൽ വരുമ്പോൾ സാറ വന്ന് അബ്രഹാമിനോട് പറയുകയാണ്, എനിക്ക് ഗർഭം ധരിക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ദാസിയായിട്ടുള്ള ഹാഗാറിൻ്റെ അടുക്കൽ ചെന്ന് ഹാഗാറിൽ നിന്ന് നിനക്കൊരു മകൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ അബ്രഹാം പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കാതെ, സത്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കാതെ തൻ്റെ കഴിവിൽ പിന്നെയും വിശ്വസിച്ചിട്ട് താൻ ഹാഗാറിൻ്റെ അടുത്ത് ചെല്ലുന്നു. അവിടെ തനിക്ക് ഇസ്മായേൽ ജനിക്കുന്നു. പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ്. ദൈവം നമ്മളോട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വിശ്വാസം മാത്രം പോരാ, നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ച് അബ്രഹാം ചെയ്തതുപോലെ നമ്മളും പലതും കാട്ടിക്കൂട്ടാനായിട്ട് ശ്രമിക്കുക ചെയ്യുന്നത്. എന്നാൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇസ്മായേൽ ഉണ്ടായി, അന്നോട്ടവരുടെ വീട്ടിൽ പ്രശ്നം തുടങ്ങി. നമ്മളും പലതും ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ട് എന്തുമാത്രം പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാകുന്നതെന്നറിയാമോ? കുറ്റബോധം, മാനസിക സംഘർഷം, ആത്മീക ഊർജം നഷ്ടപ്പെട്ട് ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് നമ്മൾ കിടക്കുക ചെയ്യുന്നത്. അബ്രഹാമിൻ്റെ വീട്ടിലെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടു. അവസാനം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ദാസിയെയും മകനെയും നീ എന്ത് ചെയ്യുക? പുറത്താക്കി കളയുക എന്ന് പറയേണ്ടി വന്നു. എന്ന് വെച്ചാൽ നിൻ്റെ ബുദ്ധിയിലോ നിൻ്റെ പരിശ്രമത്തിലോ നീതീകരണം നടക്കത്തില്ല. എന്നിട്ട്
നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ എന്താണ് അതിൻ്റെ 17-ാം അധ്യായത്തിൽ അബ്രാമിന് 99 വയസ്സായപ്പോൾ ദൈവം പിന്നെയും അബ്രാമിൻ്റെ അടുക്കൽ വന്ന് അവനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ സാറയിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും എന്ന് പറഞ്ഞപ്പോൾ 17-ാം വാക്യത്തിൽ 17-18 വാക്യങ്ങളിൽ അബ്രഹാം ദൈവത്തോട് പറയുക, 100 വയസ്സുള്ളവനായിട്ട് ഇനി എനിക്ക് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാണ്, ഇസ്മായേൽ നിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. അപ്പോഴും അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. അബ്രഹാം അപ്പോഴും എവിടേക്കാണ് നോക്കുന്നത്? സ്വന്തം കഴിവിലേക്കാണ് നോക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇതാ ചെയ്യുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുമോ, ഞാൻ നീതീകരിക്കപ്പെട്ടോ? ഇല്ല. എന്തുകൊണ്ട് ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഇല്ലെന്നാണ് നമ്മുടെ മനസ്സിനകത്ത് വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ പരിശ്രമത്തിൽ കൂടി അത് നടക്കേണ്ടതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം ഇനി ഇത് നടക്കില്ല എന്നൊക്കെ തീരുമാനിച്ചൊക്കെ പലപ്പോഴും നമ്മൾ മുമ്പോട്ടേക്ക് പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താലാണ്. നമുക്ക് മുമ്പോട്ടേക്ക് വരാം. അങ്ങനെ അതിൻ്റെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്, 21-ാം അധ്യായത്തിലാണ് നമ്മൾ ഇസ്ഹാക്കിൻ്റെ ജനനം നമ്മൾ കാണുന്നത്. നോക്കിക്കേ. അപ്പം അപ്പോഴേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അബ്രാമിന് സ്വന്തം ശരീരത്തിലും സ്വന്തം കഴിവിലുമുള്ള സകല ആശ്രയവും വിശ്വാസവും നഷ്ടപ്പെട്ടു. തനിക്ക് 99 വയസ്സ് കഴിഞ്ഞു, സാറാക്ക് ഏകദേശം 90 വയസ്സ് കഴിഞ്ഞു. ഇനി ഒരിക്കലും തങ്ങളുടെ പരിശ്രമം കൊണ്ട് ദൈവിക വാഗ്ദത്തം നിറവേറില്ല എന്ന് അബ്രാമിന് പൂർണ്ണമായിട്ട് മനസ്സിലായി. അപ്പോൾ അബ്രാം എന്ത് ചെയ്തു? ഇനി നടക്കണമെങ്കിൽ ആര് തന്നെ വിചാരിക്കണം? ദൈവം തന്നെ വിചാരിക്കണം എന്ന് മനസ്സിലാക്കിയ അബ്രാം പൂർണ്ണമായിട്ട് ദൈവത്തിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു, ആശ്രയിച്ചു. അവിടെ ദൈവം വാഗ്ദത്തം ചെയ്തത് അവന് ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ പലപ്പോഴും രക്ഷ പ്രാപിക്കാനായിട്ട് വിശ്വാസം പ്ലസ് പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അബ്രാമിന് പറ്റിയ പ്രശ്നമാണ് നമുക്കും പറ്റുക. കാരണം നമ്മൾ ആകെപ്പാടെ അങ്ങ് കുഴഞ്ഞു പോകും. കാരണം ഇത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഞാനൊരു കാര്യം പറയാം. നമുക്ക് സ്വയമായിട്ട് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയുമെങ്കിൽ പിന്നെ കർത്താവ് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം എന്തിനാ കർത്താവ് മരിച്ചത്? നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് കർത്താവ് മരിച്ചത്. അപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത്, രക്ഷിക്കപ്പെടാൻ, നീതീകരിക്കപ്പെടാനായിട്ട് എനിക്കൊരു കാരണവശാലും എൻ്റെ ഒരു യോഗ്യത കൊണ്ടും എനിക്ക് കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് എൻ്റെ പൂർണ്ണ ആശ്രയം ഞാൻ യേശുവിലും ദൈവത്തിലും വയ്ക്കുമ്പോഴാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്. അബ്രാമിനെ പോലെ അതിനുവേണ്ടി എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അബ്രാം പലതും ചെയ്തു നോക്കി. പക്ഷെ അവസാനം അബ്രാമിന് മനസ്സിലായി, ഞാൻ ചെയ്യുന്നതൊക്കെ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇന്ന് നോക്കിക്കേ, പലപ്പോഴും പ്രവൃത്തിയിലൂടെ എന്തൊക്കെയൊക്കെ ചെയ്ത് രക്ഷാ നീതീകരണം പ്രാപിക്കാനായിട്ട് ശ്രമിക്കുന്നവരൊക്കെ 2 പ്രശ്നത്തിലാണ് അവർ ചെന്ന് ചാടുന്ന മെയിനായിട്ട്. ഒന്ന്, മറ്റുള്ളവരുടെ മുമ്പിലും സഭയുടെ മുമ്പിലും അവർ കപടഭക്തരായിട്ട് അഭിനയിക്കേണ്ടി വരും. ഇല്ലാത്ത വിശുദ്ധി അവർ അഭിനയിക്കേണ്ടി വരും. ഏറ്റവും വലിയ പ്രശ്നമാണ് അത്. കപടഭക്തി എന്ന് പറയുന്നത്, ഇല്ലാത്ത വിശുദ്ധി അഭിനയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതിലേക്ക് അവർ ചെന്ന് വീഴും. രണ്ടാമത്, അവരുടെ മനസ്സിനകത്തൊരിക്കലും ഒരാത്മീക സന്തോഷമോ ആ രക്ഷയുടെ സന്തോഷമോ അവർക്ക് ലഭിക്കില്ല. കാരണം അവരെത്രമാത്രം അവരുടെ ശരീരം കൊണ്ട് പരിശ്രമിക്കുന്നോ അത്രമാത്രം അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ശരീരത്തിൽ നമ്മൾ ശ്രമിക്കുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. ആ പരാജയം നമ്മെ ദൈവത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അകറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം.
എപ്പോഴാണ് നീതീകരണം ലഭിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ശ്രമങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചിട്ട് യേശുവിൽ ആശ്രയിക്കുമ്പോഴേ നമുക്ക് നീതീകരണം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ദൈവം നൽകുന്ന രക്ഷയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. കാരണം അത് ദൈവം നമുക്ക് നൽകുന്നതാണ്, നമ്മൾ നേടിയെടുക്കുന്നതല്ല, ദൈവം നമുക്ക് നൽകുന്നത്. വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് രക്ഷ നൽകുന്നു. അതാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ തുടങ്ങിയ വാക്യം, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞത്. നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. അതൊരിക്കലായിട്ട് സംഭവിച്ചതാണ്. അത് വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കും, അങ്ങനെയാണെങ്കിൽ പ്രവൃത്തികൾക്കൊരു സ്ഥാനവുമില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കും. ഞാനുള്ള കാര്യം തുറന്നു പറയാം. രക്ഷയോടുള്ള ബന്ധത്തിൽ, നീതീകരണത്തോടുള്ള ബന്ധത്തിൽ പ്രവൃത്തികൾക്ക് ഒരു സ്ഥാനവുമില്ല. കാരണം രക്ഷിക്കപ്പെടുന്നത്, നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. എന്നാൽ മറക്കരുത്, ഞാൻ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുമ്പോൾ, ഞാൻ യഥാർത്ഥമായിട്ട് നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ പ്രയോറിറ്റികൾക്ക് മാറ്റം വരും, എൻ്റെ മുൻഗണനകൾക്ക് മാറ്റം വരും. എൻ്റെ മുൻഗണനാ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരുന്നത് യേശുവും ദൈവവുമായിരിക്കും, ദൈവത്തിൻ്റെ രാജ്യമായിരിക്കും എൻ്റെ മുൻഗണനാ ലിസ്റ്റിൽ ആദ്യം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ നീതീകരിക്കപ്പെട്ട അവസ്ഥ എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തും. തിരിച്ച് ചിന്തിക്കരുത്, സ്വഭാവത്തിൽ വ്യത്യാസം വന്നതുകൊണ്ടല്ല നീതീകരണം സംഭവിച്ചത്. യഥാർത്ഥ നീതീകരണം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ എന്തുണ്ടാകുന്നു? വ്യത്യാസം ഉണ്ടാകുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. ദൈവം അബ്രഹാമിന് ഇസ്ഹാക്കിനെ കൊടുത്തു, വാഗ്ദത്ത നിവൃത്തി അവൻ പ്രാപിച്ചു. എന്നാൽ 22-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷം എന്ന് ചോദിച്ചാൽ 21-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ ഇസ്മായേലും ഹാഗാറും കാരണം പിന്നെയും അവൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളായിട്ട് ദൈവം അവനോട് പറഞ്ഞു, ഇസ്മായേലിനെ ഹാഗാറിനെ നീ വീട്ടിൽ നിന്ന് പുറത്താക്കി കളയാനായിട്ട്. ഞാനൊരു കാര്യം പറയാം, ഇന്നും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ആത്മീകമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ, നമ്മുടെ മനസ്സിനകത്ത് നടക്കുന്ന വടംവലികൾ, കപടഭക്തി അഭിനയിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, കുറ്റബോധത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ മാറാനായിട്ട് ദൈവം ഇന്നും നമ്മളോട് പറയുന്നത്, നിൻ്റെ ജഡത്തിൻ്റെ ശ്രമങ്ങളൊക്കെ നീ എന്ത് ചെയ്യുക? പുറത്താക്കി കളയുക. എന്നിൽ മാത്രം എന്ത് ചെയ്യുക? ആശ്രയിക്കുക. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എത്ര പേരുണ്ട്? ഇനി ഒറ്റയാളേ ഉള്ളൂ, ഇസ്ഹാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവം അവനോട് പറയുക, നീ ആ ഇസ്ഹാക്കിനെ എന്ത് ചെയ്യണം? എനിക്ക് യാഗമായിട്ട് സമർപ്പിക്കണം. ഇപ്പോൾ ദൈവം അവനെ പരീക്ഷിക്കുകയാണ്. എന്താ പരീക്ഷിക്കുന്നത്? നീ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രയോറിറ്റി അവിടെയാണ് വെളിപ്പെടുന്നത്. ഇപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മക്കളല്ല. നേരത്തെ അവന് മക്കളായിരുന്നു പ്രയോറിറ്റി, അതുകൊണ്ട് അവൻ മക്കളെ കിട്ടാൻ വേണ്ടി പല പണിയും ചെയ്തു. ഇപ്പോൾ അബ്രഹാമിൻ്റെ പ്രയോറിറ്റി മക്കളല്ല, ദൈവമാണ്. കാരണം അവൻ നീതീകരിക്കപ്പെട്ടു, അവൻ വാഗ്ദത്തം പ്രാപിച്ചു, വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ഇപ്പോൾ അവൻ്റെ പ്രയോറിറ്റി ദൈവമാണ്. ദൈവം എന്തു പറഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറുള്ള അബ്രഹാമിനെയാണ് നമ്മളവിടെ കാണുന്നത്. നീതീകരിക്കപ്പെട്ട ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഈ ഒരു വ്യത്യാസമുണ്ടായിരിക്കും. അത് ആ നീതീകരണത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ആ മാറ്റമല്ല നമ്മെ നീതീകരിച്ചത്, ആ മാറ്റമല്ല നമ്മെ രക്ഷിച്ചത്. രക്ഷിച്ചത് വിശ്വാസം മാത്രമാണ്.
നമ്മുടെ പ്രവൃത്തികളല്ല. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മളത് വിശദമായിട്ട് ചിന്തിക്കും. നമ്മുടെ പ്രവൃത്തികളല്ല, രക്ഷിച്ചത് വിശ്വാസം മാത്രമാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന്, നമ്മുടെ പ്രയോറിറ്റികൾക്ക്, നമ്മുടെ മുൻഗണനകൾക്ക് ഒക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആകരുത്. ഇന്ന് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഇത് കൺഫ്യൂഷൻ ആകുന്നത് എന്ത്? വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ നമുക്ക് കൺഫ്യൂഷനാണ്. ഇന്ന് പലരും പറയുന്നത് വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും വേണമെന്നാണ് പറയുന്നത്. ഒരിക്കലുമില്ല. ബൈബിളിൽ ഒരൊറ്റ സെൻറ്റൻസ് പോലും അങ്ങനെ പറയുന്നില്ല, അങ്ങനെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ. വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുക, അതാണ്. അപ്പം നാം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുന്ന നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസമില്ലാത്ത പ്രവൃത്തിക്ക് ഒരിക്കലും നമ്മെ രക്ഷിക്കാനായിട്ട് കഴിയില്ല. രക്ഷിക്കുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മെ രക്ഷിച്ചു കഴിയുമ്പോൾ, നീതീകരിച്ചു കഴിയുമ്പോൾ, ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലൂടെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് മാറ്റം. അതാണ് ഒരു ദൈവപൈതലിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ പ്രവൃത്തി മൂലം രക്ഷിക്കപ്പെട്ടു എന്ന് ആർക്കും പറയാനായിട്ട് കഴിയില്ല. അടുത്ത ക്ലാസ്സുകളിൽ നമ്മളത് ചിന്തിക്കും. അപ്പോൾ എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇതാണ്: കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ദൈവം നമ്മോട് കൃപ കാണിച്ചു, നാം വിശ്വസിച്ചു, അതിൻ്റെ ഫലമായി നാം രക്ഷിക്കപ്പെട്ടു. നോക്കൂ, അവിടെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലായിട്ട് സംഭവിച്ച കാര്യമാണ്. അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ അത് പാസ്റ്റ് ടെൻസിൽ നാം എപ്പോൾ വിശ്വസിച്ചോ അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. നമ്മളതാ വായിക്കുന്നത്, രക്ഷിക്കപ്പെട്ടു, അത് സംഭവിച്ചു കഴിഞ്ഞു. എപ്പോൾ? വിശ്വസിച്ചപ്പോൾ. അല്ലാതെ ദൈവം ഒരിക്കലും നീ വിശ്വസിച്ചല്ലോ, ഇതിൻ്റെ പ്രവൃത്തിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് നിൻ്റെ പ്രവൃത്തിയൊക്കെ നീ നന്നാക്കുകയാണെങ്കിൽ നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ തീരുമാനിക്കാം. അങ്ങനല്ല. വിശ്വസിച്ചപ്പോൾ നീ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ ലഭിച്ചു. പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചു. ആ പരിശുദ്ധാത്മാവിലാണ് നാം നമ്മുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് ആ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അത് അല്ലാതെ നമ്മുടെ സ്വന്തം ശക്തിയിലോ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ജഡത്തിലോ ആശ്രയിച്ച് നാം അത് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അബ്രഹാമിൻ്റെ കുടുംബത്തിലുണ്ടായതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിലും മൊത്തം കുഴഞ്ഞുമറിച്ചിലേക്ക് നമ്മൾ മാറിപ്പോകും. അതൊരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. യേശുവിൽ വിശ്വാസത്താൽ. പ്രിയമുള്ളവർ, എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പാപികളാണെന്നും നമ്മുടെ പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും, പാപത്തിൻ്റെ ഫലങ്ങളിൽ നിന്നും നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട്, നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട്, നമ്മുടെ യോഗ്യത കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുവാനോ നീതീകരിക്കപ്പെടുവാനോ നമുക്ക് കഴിയുകയില്ലെന്നും, അതുകൊണ്ട് ദൈവം നമ്മെ നീതീകരിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ തൻ്റെ സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നും, അവൻ നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പാപത്തിൻ്റെ മുഴു ശിക്ഷയും ഏറ്റെടുത്ത് നമുക്ക് പകരമായി നമ്മുടെ സ്ഥാനത്ത് അവൻ ഒരു യാഗമായി നമുക്ക് വേണ്ടി മരിച്ചെന്നും, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി അവൻ ചിന്തിയെന്നും മനസ്സിലാക്കി ആ യേശുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നത്. ആ വിശ്വാസം മൂലം, ആ ആശ്രയം മൂലമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആ രീതിയിൽ യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ
ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും നിങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കാനായിട്ട് ഞങ്ങളെപ്പോഴും ഒരുക്കമുള്ളവരാണ്. പ്രിയമുള്ളവരെ, ഈ രക്ഷ വിശ്വാസത്താൽ അത് അവകാശമാക്കി അബ്രഹാമിനെ പോലെ വിശ്വാസത്താൽ ആ നീതീകരണം പ്രാപിച്ചുകൊണ്ട് കർത്താവിനോടൊരുമിച്ചുള്ള ആ യാത്ര മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.